കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ വനിതാ കൂടിയാട്ട വിദ്യാർത്ഥിയാണ് കലാമണ്ഡലം ഗിരിജ. കൂടിയാട്ടത്തിൽ നിരവധി ആദ്യങ്ങളുടെ ഉടമയായ അവർക്ക് അടുത്തിടെ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചു. 1971 കലാമണ്ഡലം ഗിരിജ നങ്ങ്യാർ വിഭാഗത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ആദ്യ വനിതാ വിദ്യാർത്ഥിനിയായി. ക്ഷേത്ര പരിസരത്തിന് പുറത്ത് ഈ കലാരൂപം ആദ്യമായി അവതരിപ്പിക്കുന്നതിനു വേണ്ടി ധൈര്യം കാണിച്ച വിപ്ലവകാരനായ കൂടിയാട്ട മേധാവി പൈങ്കുളം രാമചാക്യാരുടെ നേതൃത്വത്തിൽ കാലങ്ങളായിട്ട് നിന്നിരുന്ന ജാതി വ്യവസ്ഥ ഇവർ മറികടന്നു. 12ാം വയസ്സിലാണ് ഗിരിജ കൂടിയാട്ട വിഭാഗത്തിൽ ചേർന്നത്. അക്കാലത്ത് അധികം സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലെ ഏക പെൺകുട്ടി ആയതിനാൽ ഗിരിജയെ പരിചയപ്പെടുത്തുന്നതിൽ ചാക്യാർ അതീവ ശ്രദ്ധാലുവായിരുന്നു. പുതുതായി രൂപകൽപ്പന ചെയ്ത നാങ്ങ്യാർകൂത്തിന്റെ വസ്ത്രങ്ങൾ ആദ്യമായി ധരിക്കുന്നതിന് അവർക്ക് ഭാഗ്യം ലഭിച്ചു. 1974 പോസ്റ്റ് ഡിപ്ലോമ കോഴ്സ് ആരംഭിച്ചതോടുകൂടി നാങ്ങ്യാർകൂത്തിന്റെ പുനരുജ്ജീവനം ആരംഭിച്ചു. 1984 കലാമണ്ഡലത്തിൽ ഗിരിജ നാങ്ങ്യാർകൂത്തിന്റെ ആദ്യമായി വൃന്ദാവന വർണ്ണന എന്ന ഒരു പ്രകടനം അവതരിപ്പിച്ചു. ഇതോടുകൂടി ചാക്യാരുടെ പ്രിയപ്പെട്ട ശിഷ്യയായി മാറുകയും ചെയ്തു. കലാമണ്ഡലത്തിൽ ചേർന്ന് 3 മാസത്തിനുള്ളിൽ തന്നെ സുഭദ്ര ധനഞ്ജയം എന്ന നാടകത്തിലേക്ക് അവരെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ശൂർപ്പണ ഖംഗത്തിലെ ലളിതയും സ്വപ്ന വാസവദത്തിലുമാണ് അവരുടെ ഇഷ്ടവേഷങ്ങൾ. നാങ്ങ്യാർകൂത്തിൽ ഗാന്ധാരി വിപ്ലവം, കർണോൽപതി, മാധവി എന്നിവ അവരുടെ സംഭാവനകളാണ്. കേരള സംഗീത നാടക അക്കാദമി, കേരള കലാമണ്ഡലം എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 23 വർഷം തന്റെ മാതൃവിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുകയും 2014 വിരമിക്കുകയും ചെയ്തു.